ഹലോ ആൻഡ് വെൽക്കം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഞാൻ യു കെ എൻ എം സി സി ബി ടിക്ക് അകത്തുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ യു കെ എൻ എം സി സി ബി ടിക്ക് അകത്ത് കുറേ സീരീസ് ഓഫ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് ഒരു പുതിയ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ടോപ്പിക്സ് ആയിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അതിൻ്റെ പേര് കെൻറ്റ് ആൻഡ് മെഡ്വേ മോഡൽ. അപ്പോൾ കെൻറ്റ് ആൻഡ് മെഡ്വേ മോഡൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യു കെയിൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, മോഡൽ ഓഫ് കെയർ ആണ് കെൻറ്റ് ആൻഡ് മെഡ്വേ മോഡൽ. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം എൻ്റെ ചാനലായിട്ടുള്ള പോസിറ്റീവ് ഹ്യൂമനിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വണ്ടർഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ഞാൻ ബേസിക്കലി ഓസ്കി ട്രെയിനറാണ്. യു കെ എൻ എം സി സി ബി ടി ചെയ്യുന്നുണ്ട്. യു കെ ഓസ്കി ഉണ്ട്, ഐറിഷ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓസ്കി ഉണ്ട്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ടോപ്പിക്കായിട്ടുള്ള കെൻറ്റ് ആൻഡ് മെഡ്വേ മോഡലിലേക്ക് പോകാം. കെൻറ്റ് ആൻഡ് മെഡ്വേ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെയുടെ ഒരു സാധാരണ ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് ചെയ്യുക. അസുഖം ഫിനിഷ് ചെയ്യുക, അത് കഴിഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിടുക എന്നുള്ള മാനേജ്മെൻറ്റാണ് സാധാരണ ഹോസ്പിറ്റൽസ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ യു കെ അങ്ങനെയല്ല ചെയ്യുന്നത്. യു കെയിൽ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ, NHS ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഹോളിസ്റ്റിക് കെയറും ഹോളിസ്റ്റിക് അസസ്മെൻറ്റും ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റൊക്കെ അവർ ചെയ്യുന്നത്. അവൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യും. അപ്പോൾ അവൻ്റെ അസുഖങ്ങൾ മാത്രമല്ല, അവൻ്റെ സോഷ്യൽ പ്രോബ്ലംസ്, അതായത് അവന് വീടില്ല, അല്ലെങ്കിൽ അവൻ പെൻഷനില്ല, അല്ലെങ്കിൽ അവന് സംവിധാനങ്ങൾ, വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഹീറ്റിംഗ് ഇല്ല, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവർ മാനേജ് ചെയ്ത് തരും. അപ്പോൾ ഇതിന് അവർ ഹോസ്പിറ്റലുകാർ തന്നെ കൺസേൺഡ് ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും സോഷ്യൽ വെൽഫെയർ ഇൻസ്പെക്ടേഴ്സിൻ്റെ അടുത്തേക്കും അവർ റെഫർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് അതെല്ലാം മാനേജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ അറിയുന്നത്. കാരണം പേഷ്യൻറ്റുമായിട്ട് നേഴ്സസോ അല്ലെങ്കിൽ സ്റ്റാഫ് മെമ്പേഴ്സ് അസസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ അറിയുന്ന ഈ കാര്യങ്ങൾ അവരുടെ കൺസേൺഡ് ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ഇൻസ്പെക്ടേഴ്സിനോ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലോ റെഫർ ചെയ്യുന്നു. അവർ അത് മാനേജ് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ അതുകൂടി കറക്റ്റ് ചെയ്ത ശേഷമായിരിക്കും പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു മോഡലിന് പറയുന്ന പേരാണ് കെൻറ്റ് ആൻഡ് മെഡ്വേ മോഡൽ. ഇത് 1998 ഈ മോഡൽ അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പ് തന്നെ ഈ സാധാരണ പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സിസ്റ്റമാറ്റിക് പ്രോസസ് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആവാൻ ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് പറയുന്നു എനിക്ക് വീടില്ല, പെൻഷനില്ല, വീട്ടിൽ പോകുന്ന സംവിധാനമില്ല, വീട്ടിൽ ഹീറ്റിംഗ് ഇല്ല, ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പേഷ്യൻ്റ് കമ്മപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഡിഫിക്കൽറ്റി വരുന്നു. അപ്പോൾ അത്തരം ഡിസ്ചാർജ് ചെയ്തൊരു വലിയ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കോംപ്ലക്സ് ഡിസ്ചാർജ്. അതായത് പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ് കമ്മപ്പ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് കോംപ്ലക്സ് ഡിസ്ചാർജ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കെൻറ്റ് ആൻഡ് മെഡ്വേ മോഡലിൽ കോംപ്ലക്സ് ഡിസ്ചാർജ് ചാൻസ് ഇല്ല. കാരണം അവൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ നേരത്തെ തന്നെ സോർട്ട് ഔട്ട് ചെയ്യും. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യും. ഈ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അവൻ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവൻ എല്ലാം ഓക്കെ ആയിട്ടായിരിക്കും അവൻ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മോഡൽ ഓഫ് കെയർ എന്ന് പറയുന്ന പേരാണ് കെൻറ്റ് ആൻഡ് മെഡ്വേ മോഡൽ. ഇത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പോകുന്നു. അതിൻ്റെ അകത്ത് പറയുന്ന പേര് യൂറോപ്യൻ വർക്ക് ടൈം ഡയറക്റ്റീവ്. യൂറോപ്യൻ വർക്ക് ടൈം ഡയറക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വർക്കേഴ്സിന്, അതായത് ജോലിക്കാർക്ക് എത്ര മണിക്കൂർ വർക്ക് ചെയ്യിപ്പിക്കാം, അതുപോലെ അവർക്ക് എത്ര ഫ്രീ അവേഴ്സ് കൊടുക്കണം, അതുപോലെ അവർക്ക് റെസ്റ്റ് അവേഴ്സ് എങ്ങനെ കൊടുക്കണം എന്നതിനെ പറ്റിയുള്ള യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഡയറക്റ്റീവാണ് യൂറോപ്യൻ വർക്ക് ടൈം ഡയറക്റ്റീവ്. അതിനെപ്പറ്റി പല പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ യൂറോപ്യൻ വർക്ക് ടൈം ഡയറക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും, എല്ലാ വർക്കേഴ്സിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഡയറക്റ്റീവ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത്ര മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കാം, ഇത്ര മണിക്കൂർ റെസ്റ്റ് കൊടുക്കണം, ഇത്ര ബ്രേക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ഷൻസ് ഉണ്ട്. അപ്പോൾ യു കെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തായിട്ട് ഇപ്പോഴും യു കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സി ബി ടിക്കകത്ത് അതിനകത്ത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നഴ്സസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള യു കെയുടെ യൂറോപ്യൻ യൂണിയൻ വർക്ക് ടൈം ഡയറക്റ്റീവ് നമുക്ക് നോക്കാം. അതിനകത്ത് ഒരു നഴ്സിന് വർക്ക് ചെയ്യാവുന്ന 48 അവേഴ്സാണ് പെർ വീക്ക്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നത് 11 അവേഴ്സാണ്. അതുപോലെ ഓരോ 2 അവേഴ്സ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴും അവർക്ക് ഒരു 15 മിനിറ്റ്സിന് ബ്രേക്ക് കൊടുക്കണം. ഇതാണ് യൂറോപ്യൻ വർക്ക് ടൈം ഡയറക്റ്റീവിൽ നഴ്സസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പോയിന്റ്. ഇതിനെപ്പറ്റി പല പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പോയിന്റാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് കെൻറ്റ് ആൻഡ് മെഡ്വേ മോഡൽ, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ കെയർ സിസ്റ്റമാണ്. അതിനകത്ത് ഹെൽത്ത് സിസ്റ്റത്തെയും സോഷ്യൽ കെയർ സിസ്റ്റത്തെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ യൂറോപ്യൻ വർക്ക് ടൈം ഡയറക്റ്റീവ് യൂറോപ്യൻ യൂണിയൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സിന് വേണ്ടിയുള്ള എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും വേണ്ട ഡയറക്റ്റീവാണ്. അപ്പോൾ നഴ്സസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാൽ 48 അവേഴ്സ് പെർ വീക്ക് അവരെ വർക്ക് ചെയ്യിപ്പിക്കാവുള്ളൂ. 11 അവേഴ്സാണ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യിപ്പിക്കാവുള്ളൂ. അതുപോലെ 2 അവേഴ്സ് കഴിയുമ്പോൾ 15 മിനിറ്റ്സ്
മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അവർക്ക് ഇതിൻ്റെ അപ്പുറത്ത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ ട്രസ്റ്റ് അത് ഓവർ ടൈം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ചെയ്യിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഓവർ ടൈം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കൊച്ചു ടോപ്പിക്ക് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് CBT എഴുതുന്ന ആൾക്കാർക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പം ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടോക്കായിട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ആ ടോപ്പിക്ക് ഇത് കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് CBTയോ OSCEയോ അതുപോലെ UK OSCE, അയർലൻഡ് ആപ്റ്റ്യൂഡ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ OSCE ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഇതെല്ലാം ചെയ്യുന്ന ഒരു ട്രെയിനറാണ്, 100% എക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പിൽ ബോട്ടിൽ കോൺടാക്ട് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ ഇതുപോലെ വണ്ടർഫുൾ വീഡിയോ ആയിട്ട്